അധികൃതർ ഒരുക്കിയത്. ഹൈക്കോടതി ജഡ്ജിമാർ ഉൾപ്പെടെ പ്രമുഖർ ഓപ്പൺ മസ്ജിദിന്റെ ഭാഗമായി. വെള്ളിയാഴ്ച നടക്കുന്ന ജുമാ നമസ്കാരത്തെ പരിചയപ്പെടുകയാണ് ഇവിടെയുള്ള അതിഥികൾ. ഗ്രാൻഡ് മസ്ജിദ് ഇമാമിന്റെ പ്രസംഗം കേട്ടു, നമസ്കാരം വീക്ഷിച്ചു. ആചാരാനുഷ്ഠാനങ്ങൾ അടുത്തറിയാൻ കഴിഞ്ഞതിന്റെ വ്യത്യസ്ത അനുഭവമാണ് ഓരോരുത്തർക്കും പറയാനുള്ളത്. സഹോദര്യം എന്ന മഹനീയമായ ഒരു പ്രിൻസിപ്പിളിന്റെ ഒരു വലിയ ഉദാഹരണമായി ഞാൻ കാണുന്നു. നമ്മുടെ ഭരണഘടനയും അത് തന്നെയാണ് പറയുന്നത്. ഫ്രെറ്റേണിറ്റി, സഹോദര്യമില്ലെങ്കിൽ പിന്നെ സമത്വമില്ല, സ്വാതന്ത്ര്യമില്ല. ഓപ്പൺ മസ്ജിദ് എന്ന വലിയ ആശയം സഹിഷ്ണുതയും സമഭാവനയും സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നതാണെന്നും ഈ മാതൃക എല്ലാവരും പിന്തുടരട്ടെയെന്നും ജസ്റ്റിസ് എസ് മനു പറഞ്ഞു. അതൊരു വളരെ വലിയൊരു ആശയമായിട്ട് എനിക്ക് തോന്നി. എല്ലാ മതങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കാനും ആദരിക്കാനും ഒരുപോലെ കാണാനും എല്ലാ വഴികളും ഒരു ആത്യന്തികമായിട്ടുള്ള സത്യത്തിലേക്കുള്ള സമാനമായിട്ടുള്ള പാതകളാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് യഥാർത്ഥത്തിലുള്ള സഹിഷ്ണുതയും സഹജീവനവും ഒക്കെ ഉണ്ടാകുന്നത്. ഓപ്പൺ മസ്ജിദ് എന്ന പരിപാടി തനിക്ക് ഹൃദ്യമായ അനുഭവമാണ് സമ്മാനിച്ചതെന്ന് ജസ്റ്റിസ് ബച്ചു കുര്യൻ പറഞ്ഞു. താൻ പള്ളിയുടെ അടുത്താണ് താമസിച്ചിരുന്നതെന്നും അതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള തന്റെ ആകാംക്ഷയാണ് ഈ പരിപാടിയിലൂടെ നിറവേറിയതെന്നും അദ്ദേഹം പറഞ്ഞു. എന്റെ ചുറ്റുവട്ടം മുഴുവൻ മുസ്ലിങ്ങളായിരുന്നു. ഇത്രയും സാഹോദര്യത്തോടു കൂടി കഴിഞ്ഞ ആ 3 വർഷം പിന്നീട് എനിക്ക് ഇന്നുവരെ ഉണ്ടായിട്ടുണ്ട്. അന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നാണ് ഒരു മുസ്ലിം പള്ളിക്കകത്ത് എന്താണ് നടക്കുന്നതെന്ന് കാണണമെന്ന്. ഇതുവരെ അവസരം ഉണ്ടായിട്ടില്ല. ഇന്നാണ് അവസരം ഉണ്ടായത്. മീഡിയ 1 കൊച്ചി.